അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്താ പറയുമ്പോൾ നമ്മൾ ഈ കാണും പോലെ കുറച്ച് ഓയിൽ പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ചെറിയൊരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് കാണുന്ന ഒരു കോളേജാണ്. ലൂർദ് മാതാ കോളേജിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന പോലെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലിൻസിഡ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ജാക്കിയും പൂപ്പിയും നമ്മുടെ കൂടെ ഈ കാണുന്ന ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജാക്കിയുടെ കുറുക്കിൽ ചൊറിഞ്ഞ് കൊടുക്കുന്നുണ്ട് പൂപ്പി. നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴവെള്ളം ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ മുകളിലൊക്കെ വീഴുന്നുണ്ട്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വരച്ച് ഏറെക്കുറെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്നിലായിട്ട് കാണുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ബദാം മരം ഉണ്ട്. ആ ബദാം മരം കൂടി നമ്മൾ ഈ കാണുന്ന പോലെ ഇതിലേക്ക് വരച്ച് ചേർക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന ബദാമും കൂടി നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ച് കുറച്ചൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ ജാക്കിയും പൂപ്പി ഇടയ്ക്ക് വന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലും അവന്മാരുള്ളതുകൊണ്ട് വേറെ ബോറടിയും കാര്യങ്ങളൊന്നും എപ്പോഴും വന്നിങ്ങനെ കടിച്ചും പിടിച്ചൊക്കെ നിൽക്കും. അപ്പം മറുവശത്ത്, അതായത് റോഡിന് മറുവശം വെള്ളക്കാരുടെ ഏരിയയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളക്കാർ ഇങ്ങോട്ട് ആക്രമിക്കും, ഇവന്മാർ അങ്ങോട്ട് ആക്രമിക്കും. അപ്പോൾ ആക്രമങ്ങൾക്കും പരാക്രമങ്ങൾക്കും ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ പടം വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. കപ്പലിൻ്റെ മണ്ടയിലായി ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവന്മാർ ഇപ്പോൾ ഇവന്മാർ തീർത്താനെ, മനസ്സിലല്ലേ? അത്ര ദേഷ്യമുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ ഈ വരയ്ക്കുന്ന പെയിൻറ്റിംഗ് എല്ലാം സെയിൽ ചെയ്തുകൂടി എന്നുള്ള കാര്യം, വിറ്റുകൂടി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ആർട്ട് എന്ന രീതിക്ക് നമുക്കിതിനെ സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ക്രാഫ്റ്റായിട്ട് പോയാലും ആർട്ടായിട്ട് നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് അധികം സ്കോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു ആർട്ട് എന്ന രീതിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയാണ്. ഫ്രെയിം ഇല്ലാതെ 10,000 രൂപയും ഫ്രെയിമോട് കൂടി 25,000 രൂപയാണ്. അത് ഗ്ലാസ് ഇല്ലാതെ ഫ്രെയിം ചേർക്കുന്നതിന് 25,000 രൂപയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഇത് വിറ്റ് പോകില്ല എന്ന് നിങ്ങളെക്കാളും എനിക്ക് നല്ലപോലെ അറിയാം, മനസ്സിലായി. പക്ഷേ ഞാനൊരു ക്രാഫ്റ്റിൻ്റെ ഇതായിട്ട് ഞാൻ ഒരു 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കാണ് ഇത് നമ്മൾ സെയിലിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും വാങ്ങാനുള്ള സാധ്യത ഉണ്ട്, മനസ്സിലായി. പക്ഷേ നമുക്കത് മുതലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സെയിലിന് വേണ്ടിയൊന്നും വെക്കാത്തത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് വിൽക്കുന്നതായിരിക്കും. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നടക്കില്ല, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ വില കെട്ട് പേടിച്ച് കമൻറ്റ് ബോക്സിൽ പരിഭ്രാന്തി ഒന്നും സൃഷ്ടിക്കേണ്ട. വെറുതെ വരച്ച സ്ഥിതിക്ക് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടാറ്റാ ടാറ്റാ.